إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ ജീവിതത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ലക്ഷ്യബോധവും മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരികയും അവനിഷ്ടമില്ലാത്ത അവൻ്റെ ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ നാമത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രഹസ്യത്തിലും പരസ്യത്തിലും ജീവിതത്തിന്റെ സമൃദ്ധിയിലും ദുഃഖാവസ്ഥയിലും നന്ദി കാണിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ജനിച്ച അന്ന് മുതൽ ഇന്ന് ഈ ജുമുഅ ദിവസം വരെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല ഉത്തരവാദിത്തങ്ങളും പല സ്ഥാനമാനങ്ങളും ലഭിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നൽകപ്പെട്ടിട്ടുള്ളവരാണ്. അതിൽ മാതാപിതാക്കളെ സ്ഥാനം ലഭിച്ച പല ആളുകളുമുണ്ട്, മക്കളുടെ സ്ഥാനം അലങ്കരിക്കുന്ന പലരുമുണ്ട്, മരുമക്കളുടെ സ്ഥാനം അലങ്കരിക്കുന്ന പലരുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ദുനിയാവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ദുനിയാവിന് വേണ്ടി ദുനിയാവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ജീവിതത്തിലെ രാവും പകലും ഓരോ നിമിഷവും ആ ഉത്തരവാദിത്തങ്ങൾ നന്നാക്കാൻ വേണ്ടി നാം എല്ലാവരും കഷ്ടപ്പെടാറുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി ദിവസവും ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ദുനിയാവിന് വേണ്ടിയുള്ള ഈ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി നാം എല്ലാവരും കഷ്ടപ്പെടാറുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ, നാം പലപ്പോഴും മറക്കുന്ന, അല്ലെങ്കിൽ നാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ സൃഷ്ടിപ്പ്. നമ്മെ സൃഷ്ടിച്ചു എന്നുള്ള ഉത്തരവാദിത്തം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സൃഷ്ടിച്ചത്?
എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് എന്നെ പടച്ചു വിട്ടത് എന്ന ഉത്തരവാദിത്തം നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാറുണ്ട്, അല്ലെങ്കിൽ നാം ഓർക്കാറില്ല എന്നതാണ് സത്യം. നമുക്കെല്ലാവർക്കും അറിയാം, കേവലം ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ, കേവലം ഒരു മാതാവിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ, കേവലം കുറച്ച് ദുനിയാവിൽ പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സമ്പാദിക്കാനോ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമമായി സൃഷ്ടിച്ചത്, എന്നെ ഇവിടെ പരിപാലിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്, എന്താണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകൾ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഒരു വിശ്വാസി വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വിജയിച്ചവർ എന്ന് പറയുന്നത്. ദുനിയാവിന്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും മനസ്സിലാക്കാത്തവർ നാം റൂട്ടറിയാതെ കയറിയ ബസ് പോലെയാണ്. തെറ്റായ സ്ഥലത്ത് നിന്ന് കയറി തെറ്റായ സ്ഥലത്തേക്ക് പോയി സ്വന്തത്തിനോ അല്ലെങ്കിൽ മറ്റാർക്കോ ഉപകാരമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തെ തെറ്റായ റൂട്ടിലുള്ള ഒരു ബസ്സിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ് ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു മുഅ്മിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്ത് ഇസ്ലാമും മുസ്ലിമുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ലോകത്ത് നിറഞ്ഞു നിന്നിട്ടുണ്ട്. എവിടെയാണെങ്കിലും മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവർക്കെല്ലാം പ്രശ്നം അനുഭവിക്കുന്നു എന്നാണ് പൊതുവെ പറയാറുള്ളത്. മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിക ലോകവും വളരെ ഗൗരവത്തോടു കൂടി ഇത് ചർച്ച ചെയ്യുകയാണ്. എന്താണ് മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്, മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അപജയം എന്താണ് എന്ന് ലോകത്തുള്ള എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം അല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം, അല്ലാഹു സ്വീകരിക്കുന്ന ഏറ്റവും വലിയ മതം, അല്ലെങ്കിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഏക മതം ഇസ്ലാം ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഈ അപജയം സംഭവിക്കുന്നു? ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ലോകത്ത് പല കാരണങ്ങളും പലരും എണ്ണി പറയുന്നുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അമാനത്തുകളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ദുനിയാവിലേക്ക് മാത്രമുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് ഈ വൈകിയ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അറിവ് എന്നുള്ളത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഈ ലോകത്ത് നൽകിയിട്ടുള്ള ബാധ്യതകൾ എന്ന് തിരിച്ചറിയലാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത ലക്ഷക്കണക്കിന് അനേകായിരം സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. എന്നാൽ അതിലേറ്റവും വിശേഷപ്പെട്ടവൻ, ഏറ്റവും പ്രാധാന്യമുള്ള സൃഷ്ടി അത് മനുഷ്യനാണ്. അത് മനുഷ്യന്റെ കാഴ്ച ശക്തി കൊണ്ടോ കേൾവി ശക്തി കൊണ്ടോ ഗ്രഹശക്തി കൊണ്ടോ ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നമ്മെക്കാൾ കാഴ്ച ശക്തിയും കേൾവി ശക്തിയും ഗ്രഹണശക്തിയുമുള്ള എത്രയോ ജീവജാലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. എന്നാൽ മനുഷ്യൻ വ്യത്യസ്തമാനാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിശേഷ ബുദ്ധി നൽകി എന്നതുകൊണ്ടാണ്. ആ വിശേഷ ബുദ്ധി എന്ന വസ്ത്രം നമ്മെ ധരിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ബാധ്യതകളുടെ ചില പുടയാടം കൂടി നമുക്ക് ധരിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്, ബാധ്യതകൾ മനസ്സിലാക്കിയിട്ടുള്ളവനാവുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബാധ്യതകൾ എന്ന് പറയുന്നത്? 3 ബാധ്യതകളാണ് പ്രധാനമായി മനുഷ്യന് ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത്. 3 ബാധ്യതകളെ ഉള്ളൂ, ബാക്കിയെല്ലാം ഇതിന്റെ ശാഖകളായി വരുന്നവയാണ്. ആദ്യത്തെ ബാധ്യത നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ളത് അത് അല്ലാഹുവിനോടുള്ള ബാധ്യത തന്നെയാണ്. മനുഷ്യന്റെ ആദ്യത്തെ ബാധ്യത അത് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ്, സൃഷ്ടാവിനോടുള്ള ബാധ്യത, സൃഷ്ടിക്ക്. എന്താണ് നമുക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിട്ടുണ്ട്, തഖ്വ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുക എന്നത് തന്നെയാണ് നമുക്ക് അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്. മുത്തഖിയായി ജീവിക്കുക. അപ്പോൾ എന്താണ് തഖ്വ? തഖ്വയെ കുറിച്ച് മലയാളത്തിൽ നാം സൂക്ഷ്മത എന്ന അർത്ഥം പറയുമെങ്കിലും പണ്ഡിതന്മാർ നമുക്ക് വളരെ വ്യക്തമായി തഖ്വയെ കുറിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
ബിഫിഅലി ഇംതിസാലി അവാമിരില്ലാഹി വജ്തിനാബി നവാഹിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മോട് ജീവിതത്തിൽ ശരിയായി ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അതെല്ലാം ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുകയും വജ്തിനാബി നവാഹിഹി എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വെടിയാൻ പറഞ്ഞിട്ടുള്ളത്, അവൻ ഹറാമാക്കിയിട്ടുള്ളത് അതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ഇതാണ് തഖ്വ. അപ്പോൾ തഖ്വ എന്താണ് എന്ന് മനസ്സിലാക്കി ഇനി നാം ജീവിതത്തിൽ എവിടെയാണ് തഖ്വ പാലിക്കേണ്ടത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പഠിക്കാനും മനസ്സിലാക്കാനും മാത്രമുള്ളതല്ല, അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. ജീവിതത്തിൽ നാം എവിടെയാണ് തഖ്വ പാലിക്കേണ്ടത്? ജീവിതത്തിൽ നാം തഖ്വ പാലിക്കേണ്ട ആദ്യത്തെ രംഗം എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസ രംഗം തന്നെയാണ്. നമ്മുടെ വിശ്വാസ രംഗത്താണ് നാം ആദ്യം ഒരു വിശ്വാസി തഖ്വ പാലിക്കേണ്ടത്. അഥവാ തൗഹീദിന്റെ സാക്ഷാത്കാരം തന്നെയാണ് അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം വിശ്വാസികളെ, നാം എല്ലാവരും മുസ്ലിമീങ്ങളായത് ഒരൊറ്റ ഷഹാദത്ത് കലിമയോട് കൂടിയാണ്. എന്താണ് ആ ഷഹാദത്ത് കലിമ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാം എപ്പോഴെങ്കിലും ആ ഷഹാദത്തിന്റെ അർത്ഥത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനില്ല എന്ന് അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം സാക്ഷിയാണ്. അപ്പോൾ തൗഹീദിന് എന്റെ ജീവിതം സാക്ഷിയായിരിക്കുമെന്നാണ് നാം സാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളത്. ഇനി നാം ചിന്തിച്ചു നോക്കണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന് സാക്ഷാത്കാരമായിട്ടുണ്ടോ എന്നുള്ളത്. തൗഹീദിന്റെ വിഷയം പറയുമ്പോൾ ആദ്യം ജീവിതത്തിൽ നിന്ന് വെടിയേണ്ടത് അത് ശിർക്ക് തന്നെയാണ്. ശിർക്ക് എന്ന വൻപാപം തന്നെയാണ് ജീവിതത്തിൽ നിന്ന് ആദ്യം നാം മാറ്റി നിർത്തേണ്ടത്. നമുക്കറിയാം അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന്റെ ആ ഒരു ഭയാനകതയെ കുറിച്ച് ഒരുപാട് നാം കേട്ടിട്ടുള്ളതാണ്. ഇന്ന് മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇസ്ലാമിന്റെ പേരിൽ ധാരാളം ശിർക്കുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പറഞ്ഞ നാവ് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ 80,000-ത്തിലധികം ജാറങ്ങൾ ഈ ഇന്ത്യയിൽ കെട്ടിപ്പടുത്തു. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക? മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസോ നൂലോ കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന വാക്യം കേട്ടുകൊണ്ട് തന്നെ ഏലസ് കെട്ടാൻ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ പോയി. പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആപത്തിന്റെ കാലത്ത് സഹായിക്കുക? ഇസ്ലാമിന്റെ പേരിൽ വരെ നാം ശിർക്കിന്റെ വ്യാപാരങ്ങളും ജാറോത്സവങ്ങളും സംഘടിപ്പിക്കാൻ തുടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എങ്ങനെയാണ് സഹായിക്കുക? ബാധ്യതകൾ ചെയ്യാതെ അള്ളാഹുവിൽ നിന്നൊരു സഹായവും നാം പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നാം അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. ശിർക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ അതിന്റെ ഭയാനകത നമുക്കറിയാം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞു തന്നില്ലേ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹബിതത് അഅ്മാലു. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ അവന്റെ സകലമാന നന്മകളും അല്ലാഹു പിടിച്ചു വെക്കുന്നതാണ്. അതെ, നാം നമ്മുടെ തൊണ്ടകൾ ഇടറിക്കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനകൾക്ക് വരെ ഉത്തരം നൽകുകയില്ല. മുഅ്മിനീങ്ങളെ, അത്രയും ഗൗരവകരമായ വിഷയമാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ ആദർശ രംഗത്തിലെ നമ്മുടെ ആദ്യത്തെ ബാധ്യത എന്ന് പറയുന്നത് ശിർക്ക് ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗത്തും ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹു മതി എന്ന തൗഹീദിന്റെ സാക്ഷാത്കാരമാണ്. രണ്ടാമതായി നാം ജീവിതത്തിൽ അല്ലാഹുവിനോടുള്ള ബാധ്യതയായ തഖ്വ പുലർത്തേണ്ടത് നമ്മുടെ ധാർമ്മിക സാമൂഹിക രംഗങ്ങളിലാണ്.
എന്താണ് നമ്മുടെ ധാർമ്മിക രംഗം, എങ്ങോട്ടാണ് നമ്മുടെ സാമൂഹിക രംഗം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഞാൻ നിങ്ങൾക്കൊരാമുഖം നൽകേണ്ട ആവശ്യമില്ലല്ലോ. തിന്മകൾ മഴ പോലെ പെയ്ത് ജീവിതത്തിലെ എല്ലാ ശരീരങ്ങളുടെ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞു. നന്മകളാകട്ടെ വറ്റി വരണ്ടു പോയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ലഹരി. മനുഷ്യന്റെ സിരകളിൽ, മനുഷ്യന്റെ ഞരമ്പുകളിൽ ഇന്ന് ചോരയേക്കാൾ ഒഴുകുന്നത് പള്ളിക്കൂടങ്ങളിലും പല സ്ഥലങ്ങളിലും ലഹരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിവില്ലാത്തവന്മാർ പണ്ഡിതന്മാരാകുന്ന കാലഘട്ടം, അറിവുള്ളവർ 6-ാം നൂറ്റാണ്ടുകാരാണ് എന്ന് മുദ്രകുത്തപ്പെടുന്ന കാലഘട്ടം, മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കളുണ്ടാകുന്ന കാലഘട്ടം. ഇതെല്ലാം നമുക്കറിയാം. നമ്മുടെ ധാർമ്മിക രംഗത്ത്, നമ്മുടെ സാമൂഹിക രംഗത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ തിന്മയുടെ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏക രക്ഷാമാർഗമായിട്ടുള്ളത് നാമും നമ്മുടെ കുടുംബവും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ വിധിവിലക്കുകളെയും പഠിക്കുകയും അത് സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ തിന്മയുടെ കടയിൽ നമുക്ക് ഏക രക്ഷാമാർഗം സഫീനത്തുൻ നജാത്ത് എന്ന് പറയുന്നത് തഖ്വയുടെ കപ്പലാണ്. അതുകൊണ്ട് നാമും നമ്മുടെ കുടുംബവും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറായി, അവന്റെ വിധിവിലക്കുകൾ ഒതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറായി ഈ കപ്പലിൽ കയറിയാൽ മാത്രമേ ഈ കൊടിയ തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ജീവിതത്തിൽ നാം എവിടെയാണെങ്കിലും, രഹസ്യത്തിലായാലും പരസ്യത്തിലായാലും അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒതുവെടുത്ത് പള്ളിയിലേക്ക് വന്ന് നിസ്കാരത്തിന് നിന്ന് ആ മുസല്ലയിലേക്ക് നിൽക്കുമ്പോൾ മാത്രം നാം ഓർക്കേണ്ട പേരല്ല അല്ലാഹു എന്ന് പറയുന്നത്. നാം പള്ളിയിലാണെങ്കിലും പള്ളിയുടെ പുറത്താണെങ്കിലും ആരാധനാലയങ്ങളിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും നമുക്കെപ്പോഴും ഓർമ്മ വരേണ്ട ഒരു പേരാണ് അല്ലാഹു, അവന്റെ വിധിവിലക്കുകൾ. ഇത് നമുക്ക് ഓർമ്മയുണ്ടാകണം. എങ്കിൽ മാത്രമേ നാം അല്ലാഹുവിനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചവരാവുകയുള്ളൂ. മുഅ്മിനീങ്ങളെ, നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നാം ഇങ്ങനെ തഖ്വ പാലിച്ച് ജീവിച്ചാൽ എന്താണ് മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? മനുഷ്യർ പലപ്പോഴും അങ്ങനെയാണല്ലോ, എനിക്കെന്താണ് ഇത് ചെയ്താൽ നേട്ടം എന്നാഗ്രഹിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തഖ്വാപൂർണമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരെങ്കിലും അല്ലാഹുവിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഒരു മഖ്റജ്, ഒരു തുറവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. യുസ്ർ, തഖ്വ പാലിക്കുന്നവന്റെ ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടി വരികയില്ല. അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാ ഹറാമുകൾ, ഏതൊരു ഹറാമ് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിട്ടും മാതാപിതാക്കൾ കാണുന്നില്ല, ഇണകൾ കാണുന്നില്ല, തുണകൾ കാണുന്നില്ല, നാട്ടുകാർ കാണുന്നില്ല, ആരും കാണുന്നില്ല, ശരീരമായി ബന്ധപ്പെട്ടോ സമ്പത്തുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും നിലയ്ക്ക് ഹറാമിലേക്ക് പോകാൻ ഒരു അവസരം ലഭിച്ചിട്ട് അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്നോർത്ത് അതിൽ നിന്ന് മാറി നിന്നവനെ അല്ലാഹു ഒരിക്കലും മറക്കുകയില്ല. ഹറാം ഒഴിവാക്കാൻ അല്ലാഹുവിനെ നാം ഓർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അപകടഘട്ടത്തിൽ അല്ലാഹു നമ്മെ ഓർക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏതൊരു പ്രയാസഘട്ടത്തിലും ഒരു മഖ്റജ്, ഒരു തുറവി, ഒരു യുസ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രഥമമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നാം ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് അത് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തമാണ്. എന്താണ് മനുഷ്യന് സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും നമുക്ക് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം എല്ലാവരും ജനിച്ച ഒരു സമയം, ആ ഒരു ഫിത്രത്ത്, ആ ഒരു കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു തിന്മയും ചെയ്യാത്ത രീതിയിൽ ശുദ്ധ പ്രകൃതരായിട്ടാണ് നാം ജനിച്ചു വന്നത്.
ഇന്ന് നമുക്ക് പലരും യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, ജീവിതത്തിന്റെ സായം സന്ധ്യ എത്തിയവരുണ്ട്. ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ നാം വളർന്നപ്പോൾ നമ്മുടെ കൂടെ വളർന്ന ഒരു സംഗതി കൂടിയുണ്ട്, തിന്മകൾ. എത്ര രാത്രികളും പകലുകളും നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജീവിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ജീവിതയാത്രകളിൽ നിന്ന് നാം ചിന്തിച്ചു നോക്കൂ. അതൊക്കെ നാം നമ്മുടെ ശരീരത്തോടു കൂടി നമ്മോടുകൂടി ചെയ്ത തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തോട് നമുക്കുള്ള ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ തിന്മയെ മായ്ച്ചു കളയുന്ന ധാരാളം നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. തിന്മകൾ ഒരിക്കലും അന്യമായി ഇസ്ലാം കാണുന്നില്ല എന്നതാണ്. മനുഷ്യനാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, തീർച്ചയായും ശരീരം എന്നുള്ളത് അത് തിന്മയോട് ചാഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചു പോവുക, സ്ഖലിതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി പോവുക എന്നുള്ളത് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ്. തിന്മകൾ സംഭവിക്കുക മാനുഷികവും അതിൽ നിന്ന് മോചിതരാവാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളതും അതിൽ തന്നെ തുടർന്നു നിൽക്കുക എന്നുള്ളതും പൈശാചികവുമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ആദം സന്തതികൾ എല്ലാവരും തിന്മ ചെയ്യും. നമുക്കെല്ലാവർക്കും തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തിന്മകൾ ചെയ്തതിൽ ഏറ്റവും നല്ലവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ നടത്തുകയും പകരം ധാരാളമായി നന്മകൾ ചെയ്യുകയും ചെയ്യുക. എന്തിനാണ് ഇസ്ലാം നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞത്? അതിൽ രണ്ട് യുക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തത്, തിന്മ എന്ന് പറയുന്നത് ചളികൾ നിറഞ്ഞൊരു കുഴിയാണ്. മനുഷ്യനെ ആയി നിറക്കുന്ന, ഒരു തവണ അത് രുചിച്ചാൽ വീണ്ടും വീണ്ടും നാം അറിയാതെ അതിൻ്റെ അടിമയായി പോകുന്ന, അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വലിയ കുഴിയാണ് തിന്മ എന്ന് പറയുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതിന് പകരം ധാരാളം നന്മകൾ ചെയ്യുക, ജീവിതത്തെ നന്മകളിൽ തളച്ചിടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ യുക്തി എന്ന് പറയുന്നത് നന്മകൾക്ക് അത്രയും പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ, നിങ്ങൾ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരൊറ്റ നന്മ ചെയ്താൽ അവന് ഞാൻ 10 നന്മ നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് നാം ഒരിക്കലും മറക്കരുത്. നന്മകൾക്ക് അത്രയും പ്രാധാന്യം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. ഒരു വലിയ ഗുണ്ടയെ പോലെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ തന്നെയാണ് ചരിത്രം അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തെ പരിചയപ്പെടുത്തുന്നത്. ഉക്കാളയിലെ ചന്തയിലേക്ക് വന്നിട്ട് ഗുണ്ടാപിരിവ് നടത്തുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമറെ, കച്ചവടമൊന്നും ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് അവനെ കൊന്നിട്ട് അവന്റെ വിരൽ മുഴുവൻ അറുത്ത് മാലയാക്കി കോർത്ത് കഴുത്തിൽ അണിഞ്ഞ അത്രയും ക്രൂരമായ സ്വഭാവമുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ നബിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടനായി മാറി, നമ്മുടെ എല്ലാവരുടെയും അമീറുൽ മുഅ്മിനീനായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ജാഹിലിയത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെല്ലാത്തിനും പകരമായി ധാരാളം നന്മകൾ ജീവിതത്തിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരീരത്തോട് തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി നന്മകൾ തിരിച്ചു ചെയ്യുക. ഇതാണ് നാം ചെയ്യേണ്ടത്. ഒരു കവിയുടെ കവിവചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യർ അവരുടെ ബാഹികമായ കാര്യങ്ങളെ, ബാഹികമായ സൗന്ദര്യത്തെ തേച്ച് മിനുക്കി ആളുകൾക്ക് മുമ്പിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ മനസ്സ് ജീർണിച്ചു പോയത് അവൻ അറിയുന്നില്ല. ബാഹികമായ സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം? അവൻ വെള്ള വസ്ത്രം ധരിച്ചിട്ട് എന്ത് കാര്യം? അവന്റെ മനസ്സ് ജീർണിച്ചു പോയത് അവൻ അറിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ മുമ്പിൽ ബാഹികമായ സൗന്ദര്യത്തിനൊരു വിലയുമില്ലല്ലോ. അല്ലാഹു മനസ്സിലേക്കാണ് നോക്കുക. അതുകൊണ്ട് മനസ്സിന്റെ കറുപ്പുകൾ, തിന്മ കൊണ്ട് വന്നുകൂടിയ മനസ്സിന്റെ കറുപ്പുകൾ മായ്ക്കാൻ നാം ശ്രദ്ധിക്കുക. ബാധ്യതകളുള്ളവരായി നാം, ബാധ്യതകൾ തിരിച്ചറിയുന്നവരായി നാം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده
വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും സ്വന്തത്തോടുമുള്ള ബാധ്യത എന്താണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഇനി മനുഷ്യന് പ്രഥമമായ മൂന്നാമത്തൊരു ബാധ്യത കൂടി ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതവൻ്റെ സാമൂഹികപരമായ ബാധ്യതയാണ്, സമൂഹത്തോട് മനുഷ്യനുള്ള ബാധ്യത. നോക്കൂ, ഇസ്ലാമിൻ്റെ ഒരു നന്മയുടെ കാഴ്ചപ്പാട് എത്രത്തോളം വിശാലമാണ് എന്ന്. ഒരു രംഗവും ഇസ്ലാം വിട്ടിട്ടില്ല. ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും ചൂഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അത്രയും നല്ല ജീവിത പാതയാണ് ഇസ്ലാം. മനുഷ്യത്വത്തിന് ഇത്രയും വില നൽകിയ മറ്റൊരു മതവും ലോകത്തില്ല, മറ്റൊരു ദർശനവും ലോകത്തില്ല. ഇന്ന് പല യുക്തിവാദികളും പറഞ്ഞു നടക്കുന്നുണ്ട്, മനുഷ്യത്വം അത് യുക്തിവാദത്തിൽ നിന്നുണ്ടായതാണ്, യുക്തിവാദികളാണ് മനുഷ്യത്വം സംഭാവന ചെയ്തത്. അല്ല, മനുഷ്യത്വം മതങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വിശിഷ്യ ഇസ്ലാം മതമാണ് ലോകത്ത് മനുഷ്യത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഏതെല്ലാം മനുഷ്യത്വരഹിതമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം സംഭാവന നൽകിയിട്ടുള്ളത് ഇന്ന് യുക്തിവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ തലമുറയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സാമൂഹിക രംഗം എന്ന് പറയുന്നത്. സാമൂഹിക രംഗത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും രണ്ട് തരം ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരിക. ഒരു തരം ആളുകൾ, ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അവർ മുമ്പിലുണ്ടാവും, അത് പരിഹരിക്കാൻ വേണ്ടി. ഏത് പ്രശ്നങ്ങളായാലും ആദ്യം ഓടിയെത്തുക അവരായിരിക്കും. ജനങ്ങൾക്കെന്നും അവർ തണലായിരിക്കും, താങ്ങായിരിക്കും, എല്ലാമായിരിക്കും. പക്ഷെ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ എത്തുമ്പോൾ, നിസ്കാരത്തിന്റെ കാര്യം എത്തുമ്പോൾ, അല്ലെങ്കിൽ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന കാര്യം എത്തുമ്പോൾ അവരതിൽ പിന്നിലായിരിക്കും, അവർ അത് ചെയ്യില്ല. ആ സമയം കൂടി ഞാൻ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ പോരെ എന്നൊരു മനോഭാവമുള്ളവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെക്കുറിച്ച് നാം അധികമൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൽ നാം ആദ്യമായി ശ്വസിച്ചത് മുതൽ അവസാനമായി ശ്വസിക്കുന്നത് വരെ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടോ, അതെല്ലാം കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം നൽകിയത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ഒന്നും ചെയ്യാതെ മനുഷ്യർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് അവർക്ക് അല്ലാഹുവിൽ നിന്ന് ഒരു മഗ്ഫിറത്തും അല്ലാഹുവിന്റെ ഒരു കാരുണ്യം ലഭിക്കണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? രണ്ടാമതൊരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്. അവർ നിസ്കാരത്തിന് എപ്പോഴും ഫസ്റ്റ് സഫിൽ ഉണ്ടാവും, അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ അവർ മുമ്പിലായിരിക്കും. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ചെയ്യുന്നവർ അവരെ കഴിഞ്ഞിട്ടേ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മനുഷ്യത്വത്തിന്റെ സാമൂഹികപരമായ കാര്യങ്ങളെത്തുമ്പോൾ തൻ്റെ ഇണയോടുള്ള, തൻ്റെ മക്കളോടുള്ള, തൻ്റെ അയൽവാസികളോടുള്ള, തൻ്റെ കുടുംബക്കാരോടുള്ള കാര്യമെത്തുമ്പോൾ ആ ഹക്കുകളെല്ലാം നിറവേറ്റുന്നതിൽ അവർ വളരെ പിന്നിലുമായിരിക്കും. ഈ വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇതിൽ രണ്ടും ഒരു വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത വഴിയാണ്, അത് ജീവിതത്തെ എളുപ്പമാക്കുന്ന വഴിയാണ്. ഒരു സന്യാസമായ ജീവിതത്തിൽ നിന്ന് എല്ലാവരിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു സന്യാസി മനോഭാവമല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്, നാം എല്ലാവരും അറിയേണ്ടതാണ്. മദീനയിൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു മദീനയിൽ താമസിക്കുന്ന ആളാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. കാരണം അബൂദർദാ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദാണ്. അദ്ദേഹത്തെ പോലെ ആരാധനാ കർമ്മങ്ങളിൽ നിരതരായിട്ടുള്ള മറ്റൊരു ആളുമില്ല ആ സഹാബികളുടെ കൂട്ടത്തിൽ. അത്രയും ആബിദായിട്ടുള്ള ആളാണ്. ആ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറയുന്നു.
സൽമാൻ ഫാരിസി, നീ പറഞ്ഞത് ശരിയായിരിക്കും, അബൂദർദാ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലും എല്ലാത്തിലും മുന്നിലായിരിക്കും. പക്ഷെ അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു ഇണയെന്നുള്ള നിലയിൽ എന്നോടുള്ള ബാധ്യതകൾ അദ്ദേഹം പൂർത്തീകരിക്കുന്നില്ല. സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതകൾ അദ്ദേഹം പൂർത്തീകരിക്കുന്നില്ല. ഉടനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർദാ, ഫഇന്ന അലൈക ഹഖ്ഖുൻ, നിനക്ക് നിന്റെ മേൽ ചില ബാധ്യതകളില്ലേ? ഫഇന്ന റബ്ബിക അലൈക ഹഖ്ഖുൻ, നിന്റെ റബ്ബിന്റെ മേലും നിനക്ക് ബാധ്യതകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ്ഖുൻ, നിന്റെ അഹലുകൾ, നിന്റെ കുടുംബത്തിന്റെ മേലും നിനക്ക് ഹക്കുകളുണ്ട്. ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖ, എല്ലാ ബാധ്യതകളും നീ നിർവഹിക്കുക അബൂദർദായെ. ഒരു ബാധ്യതകൾ മാത്രം നിർവഹിച്ച് മറ്റേത് വിട്ടേക്കുന്ന ഒരു സ്വഭാവം നീ കാണിക്കില്ല അബൂദർദായെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, സദഖ്ത യാ സൽമാൻ അൽ ഫാരിസി, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നീ പറഞ്ഞത് ശരിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതോടൊപ്പം നമ്മുടെ സാമൂഹികപരമായ ബാധ്യതകളിൽ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളിലും അത് പരിഹരിക്കാൻ നാമാണ് ആദ്യം ഓടിയെത്തേണ്ടത്. ഏതൊരു പ്രശ്നമായാലും നമുക്ക് കഴിയുന്ന രീതിയിൽ ആളുകളെ സഹായിക്കാനും ഒരു സഹകരണ മനോഭാവത്തോടു കൂടി നാം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. നോക്കൂ, ഒരു 50 100 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ലോകത്ത്? നാം എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. നമ്മെ ഓർക്കുന്ന ആരും, നമ്മുടെ തലമുറകൾ പോലും ഒരുപക്ഷെ നമ്മെ ഓർത്തു എന്ന് വരില്ല. പക്ഷെ അവിടെ നമുക്ക് യുഗാന്തരങ്ങളിലൂടെ, തലമുറകളിലൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത്. നാം മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും, ഇത് അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ കൂടി ഫലമായിരുന്നു, ഇത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നതാണ്, ഇത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നതാണ്. നമ്മുടെ ഒരു വിടവ് നാം മരണപ്പെട്ടാൽ ആളുകൾ പറയണം, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ പറയിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ആ നിലക്ക് നാം സമൂഹത്തോട് അത്രയും ഇടവഴകി ജീവിക്കണം. മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ചും ഇപ്പോൾ മഴക്കാലമാണ്, വർഷക്കാലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഴയുടെ ആ കുളിരിൽ നാം പലരും അതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും മഴ വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുന്ന, മഴക്കാലം തുടങ്ങിയാൽ ദാരിദ്ര്യം തുടങ്ങുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അവരെയൊക്കെ സഹായിക്കാൻ കഴിവിന്റെ പരമാവധി നാം മുമ്പോട്ട് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സമൂഹത്തിൽ എല്ലാവരുമായി ഇടപെടാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും ചെറിയ സാമൂഹിക രീതി എന്ന് പറയുന്നത്, നമുക്കൊന്നിനും സാധിച്ചില്ലെങ്കിലും നമ്മെ കൊണ്ട് ആരോടും ഉപദ്രവമില്ലാതിരിക്കുക, ആ ഒരു സാമൂഹിക നന്മയെങ്കിലും നാം ചെയ്യുക. നാം ആർക്കും നന്മ ചെയ്തിട്ടില്ലെങ്കിലും എന്റെ കാരണത്താൽ ആരും ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. ഈ 3 ബാധ്യതകൾ നാം മനസ്സിലാക്കിയാൽ, ഈ 3 ബാധ്യതകൾ നാം നിറവേറ്റിയാൽ മാത്രമേ ജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനോടുള്ള ബാധ്യത, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ജീവിതത്തിൽ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള നമ്മുടെ പാപങ്ങളെ നന്മ കൊണ്ട് മായ്ച്ചു കളയുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. അതുപോലെ തന്നെ ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ സുസ്മേരവദനരായിക്കൊണ്ട് പുഞ്ചിരിയോടുകൂടി നാം ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അത്തരത്തിലുള്ള ബാധ്യതകൾ തീർക്കുന്ന മുഅ്മിനീങ്ങളായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവരുണ്ട് നാഥാ, രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥാ, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നാഥാ. അവർക്കെല്ലാവർക്കും നീ തുണയാവണേ നാഥാ. അവരുടെ പ്രശ്നങ്ങൾ നീ നിനക്കറിയാലോ നാഥാ, അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر للمؤمنين والمؤمنات
اللهم أجرنا من النار وأجر والدينا من النار. اللهم أجرنا من النار وأجر والدينا من النار. اللهم انصر إخواننا المسلمين في كل مكان يا رب العالمين، وفي فلسطين يا رب العالمين، وفي الهند يا رب العالمين، وفي كل مكان يا رب العالمين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أقم الصلاة.